തിരുവനന്തപുരം കട്ടയിലെ ഗവൺമെന്റ് അംബേദ്കർ മെമ്മോറിയൽ ട്രൈബൽ സ്കൂളിലെ പ്രവേശനോത്സവത്തിനിടെ കുട്ടികൾക്ക് മിഠായി കയ്യിൽ കൊടുക്കാതെ മേശപ്പുറത്ത് കുടഞ്ഞിട്ട് കൊടുത്ത BJP MLA വി മുരളീധരനെതിരെ രൂക്ഷ വിമർശനമാണ് നിലവിൽ ഉയരുന്നത്. പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി നോക്കി നിൽക്കുമ്പോഴായിരുന്നു വി മുരളീധരൻ MLAയുടെ വിവാദ പ്രവൃത്തി. പിന്നാക്ക വിഭാഗത്തിലെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ പരിപാടിയിൽ മുഖ്യാതിഥിയായിരുന്നു സ്ഥലം MLA കൂടിയായ വി മുരളീധരൻ. മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ വി മുരളീധരന്റെ പ്രവൃത്തിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർത്തിയത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് മുരളീധരന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും ജന്മിത്ത മനോഭാവത്തെയാണ് ഇത് കാണിക്കുന്നതെന്നും ശിവൻകുട്ടി വിമർശിച്ചു. വിവാദം കനത്തതോടെ സംഭവത്തെ ന്യായീകരിച്ച് വി മുരളീധരൻ തന്നെ രംഗത്തെത്തി. നിയമസഭ തല്ലിത്തകർത്ത ശിവൻകുട്ടി അപ്പൂപ്പനിൽ നിന്ന് സംസ്കാരം പഠിക്കേണ്ട ഗതികേട് തത്കാലമില്ലെന്നും വി മുരളീധരന്റെ പരിഹാസം. കുട്ടികൾക്ക് മാതൃകയാകേണ്ട ജനപ്രതിനിധികൾ മോശം പ്രവണതകൾക്ക് കൂട്ടുനിൽക്കുകയാണോ? കയ്യിൽ മിഠായി കൊടുക്കാൻ എന്തായിരുന്നു വി മുരളീധരന് തടസ്സമായി ഉണ്ടായിരുന്നത്? കാണാം RDX. ഇന്നലെ പ്രവേശനോത്സവത്തിനിടെ നടന്ന സംഭവം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരക്കെ പ്രചരിക്കുകയായിരുന്നു. കട്ടേല ട്രൈബൽ റെസിഡൻഷ്യൽ സ്കൂളിലെ കുരുന്നുകൾക്ക് മിഠായി കയ്യിൽ നൽകാതെ കവറിൽ നിന്ന് നേരിട്ട് മേശപ്പുറത്തേക്ക് കുടഞ്ഞിട്ട് കൊടുക്കുകയായിരുന്നു BJP MLA വി മുരളീധരൻ. ഇത് നോക്കി നിൽക്കുന്ന മുഖ്യാതിഥിയായിരുന്ന മന്ത്രി KA തുളസിയെയും വീഡിയോയിൽ കാണാം. അതിരൂക്ഷ വിമർശനമാണ് വി മുരളീധരന്റെ ഈ പ്രവൃത്തിക്കെതിരെ ഉയരുന്നത്. മുൻപ് നിലനിന്നിരുന്ന തൊട്ടുകൂടായ്മയെയും അയിത്താചരണത്തിന്റെയും പുനരാവിഷ്കരണമാണ് ഉണ്ടായതെന്നാണ് പ്രധാനമായും ഉയരുന്ന വിമർശനം. MLA കാണിച്ചത് അങ്ങേയറ്റം തരം താണതും വിവേചനപരവുമായ നടപടിയാണെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. മേശപ്പുറത്തേക്ക് മിഠായി തട്ടിയിട്ട് അത് എടുത്തു കഴിക്കാൻ ആവശ്യപ്പെട്ടത് മനുഷ്യത്വമില്ലായ്മയുടെ ഉത്തമ ഉദാഹരണമാണെന്നും വി ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു. മുരളീധരനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം കടുക്കുകയാണ്. കുട്ടികളുടെ കയ്യിൽ മിഠായി നൽകാൻ തയ്യാറാകാത്തതിന്റെ പേരാണ് അയിത്തമെന്ന് അധ്യാപകൻ TS ശ്യാംകുമാർ കുറിച്ചു. RDX ന്യൂസ് മലയാളം. ആദ്യം ആ പ്രസ്തുത ദൃശ്യം ഒന്ന് കണ്ടുവരാം. തിരുവനന്തപുരം കട്ടയിലെ ഗവൺമെന്റ് അംബേദ്കർ മെമ്മോറിയൽ ട്രൈബൽ സ്കൂളിലെ പ്രവേശനോത്സവത്തിനിടെയായിരുന്നു BJP MLA വി മുരളീധരൻ കുട്ടികൾക്ക് മിഠായി കയ്യിൽ കൊടുക്കാതെ മേശപ്പുറത്ത് കുടഞ്ഞിട്ട് കൊടുത്തത്. ആ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. മറ്റൊന്ന്, ഇതിലെ പ്രതികരണങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. വി മുരളീധരൻ്റെ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ വിശദീകരണം, പക്ഷേ അത് മതിയോ എന്നുള്ളതാണ് അതിലെ ഒരു ചോദ്യം. എന്തായാലും ഹാൻസ് ജോൺ വിശകലനത്തിനായി തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. ഹാൻസ് ഇന്നലെ പ്രവേശനോത്സവത്തിന് പോയതാണ്. ഹാൻസ് സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്നിടത്തായിരുന്നു ഉണ്ടായിരുന്നെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സത്യത്തിൽ ഹാൻസ് നമ്മൾ പല പ്രവേശനോത്സവവും കണ്ടിട്ടുണ്ട്. ഒരു പ്രവേശനോത്സവത്തിൽ ആർക്കാണ് ഏറ്റവും അധികം പ്രാധാന്യം? അത് കുട്ടികൾക്കല്ലേ ഹാൻസേ? അങ്ങനെയല്ലേ ഹാൻസിനും തോന്നുന്നത് അല്ലേ? കുട്ടികൾക്കാണ് ഏറ്റവും അധികം പ്രാധാന്യം. അവരാണ്. തർക്കമൊന്നുമില്ല. കാരണം അതെ, അവർക്കാണ് ഏറ്റവും അധികം പ്രാധാന്യം. അവർക്കാണ് നമ്മൾ പ്രാധാന്യം. കാരണം അതെ അവരെ ഏറ്റവും അധികം കംഫർട്ടബിൾ ആക്കുക. കാരണം അവരുടെ ജീവിതത്തിൽ ഒരു നിർണായക ചുവടുവയ്പ്പാണ്. അതുമാത്രവുമല്ല, ഇനി ഒരു മധ്യവേനൽ അവധി കഴിഞ്ഞ് പുതിയൊരു ക്ലാസ്സിലേക്ക് കൂടി പോകുന്ന കുട്ടികളും ഉണ്ടാവും. ആദ്യമായി പഠനത്തിന് വരുന്ന കുട്ടികളും ഉണ്ടാവും. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു നിർണായക ചുവടുവയ്പ്പാണ് ഈ ഒരു ദിവസം എന്നുള്ളത്. ആ ദിവസത്തിൽ ആര് വന്നു കഴിഞ്ഞാലും, അതിൽ ഇപ്പോൾ ഹാൻസ് പങ്കെടുത്ത പട്ടം സ്കൂളിൽ അവിടെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നു, വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്നു. ഈ 3 പേർ ഉണ്ടെങ്കിൽ പോലും അവിടെ അന്ന് വന്നിരിക്കുന്ന കുട്ടികൾക്കാണ് ഏറ്റവും അധികം പ്രാധാന്യം എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അവരെയാണ് ഏറ്റവും നന്നായി ട്രീറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അവർക്ക് മിഠായികളും ഈ കിരീടങ്ങളും കളർ പെൻസിലും റിബണും ഒക്കെ നൽകിക്കൊണ്ട് ആ കുട്ടികളെ ഏറ്റവും അധികം സന്തോഷത്തോടെ ആനയിക്കുന്ന ഒരു സന്നാഹമായിരുന്നു നമ്മൾ ഈ മുഴുവൻ കണ്ടത്. അതിനുശേഷം പ്രസംഗിക്കുന്ന മുഖ്യമന്ത്രി അടക്കം, വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിലത്തെ മറ്റുള്ളവരാകട്ടെ, ആ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ, അവരെ പ്രചോദിപ്പിക്കുന്ന രീതിയിൽ, അവർക്ക് കൂടുതൽ ഊർജം നൽകുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും സന്തോഷകരമായ ഒരു അന്തരീക്ഷമാണ്. അത് കുഞ്ഞുങ്ങളുടെ ചില വാശികൾ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഏറ്റവും സന്തോഷകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കേണ്ട ഒരു ഘട്ടമാണ് സത്യത്തിൽ ഈ പ്രവേശനോത്സവം എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രസ്തുത വീഡിയോ കാണുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്കൊന്നും
ഒരു സന്തോഷമില്ല ആ വീഡിയോയിൽ. ആ മിഠായി കുടഞ്ഞിടുമ്പോൾ പോലും ആരും അങ്ങോട്ട് അത് എടുക്കുന്നില്ല. അല്ലെങ്കിൽ അവരെല്ലാവരും ചിലപ്പോൾ 2 കുട്ടികൾ പരസ്പരം നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അവർക്കൊന്നും ഒരു സന്തോഷമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ആ ചടങ്ങിനൊരു വൈകാരികമായിട്ടുള്ള നമുക്കും ഒരു അടുപ്പം തോന്നുന്നില്ല അതിനോട്. അവിടെ പങ്കെടുക്കാൻ എത്തിയ ആളുകൾ പോലും ആ രീതിയിലാണ് അതിനെ വീക്ഷിക്കുകയും കൈകാര്യം ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോശമായിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ഏറ്റവും കംഫർട്ടബിളായിരിക്കുക അവരെ ചുറ്റുമുള്ളവർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ട്രീറ്റ് ചെയ്യുന്നു എന്നതുപോലെ ഇരിക്കും ആ കുട്ടികൾ ആ സാഹചര്യത്തോട് പൊരുത്തപ്പെടുകയും ഇടപഴകുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുക. നമ്മൾക്കറിയാം, വലിയ വാശി പിടിച്ച് കരയുന്ന കുട്ടികളെയൊക്കെ എത്ര നന്നായിട്ടാണ് അവിടെയുള്ള ടീച്ചർമാരൊക്കെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഈ പ്രസ്തുത സ്കൂൾ അതൊരു ട്രൈബൽ സ്കൂൾ കൂടിയാണ് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആ കുട്ടികളെ നമ്മൾ അതിലേറെ ഏറ്റവും അധികം ചേർത്ത് പിടിക്കേണ്ടവരാണ് എന്നുകൂടി വിചാരിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ നോക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് അത്തരമൊരു സന്തോഷം അവിടെ ഇല്ല എങ്കിൽ തീർച്ചയായും അത് കൈകാര്യം ചെയ്യാൻ വന്ന അവരെ സന്തോഷിപ്പിക്കാൻ അവിടെ എത്തിയവർ ആ സാഹചര്യം വളരെ മോശമായി കൈകാര്യം ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ വി മുരളീധരൻ MLA അവിടെ എത്തുന്നതും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും അവരുടെയൊക്കെ മനസ്സിൽ തീർച്ചയായും പതിഞ്ഞു കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കുഞ്ഞു മനസ്സിൽ കള്ളമുണ്ടാവില്ല. ചിലപ്പോൾ ഇപ്പോൾ അവർക്കത് പറയാൻ പറ്റിയേക്കില്ല. പക്ഷെ പിൽക്കാലത്ത് ആലോചിക്കുമ്പോൾ പോലും അവരുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ളൊരു നീറ്റലോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ തന്നോട് ഇങ്ങനെ പെരുമാറിയല്ലോ, ചിലപ്പോൾ മറ്റുള്ള കുട്ടികളോട് ഇദ്ദേഹമോ ഇതേ ശ്രേണിയിലുള്ള മറ്റാരെങ്കിലോ ഇതുപോലുള്ള പ്രവേശനോത്സവങ്ങൾ കാണുമ്പോഴോ നല്ല മധുരം മറ്റുള്ളവർക്ക് സന്തോഷത്തിൻ്റെ ഭാഗമായി കൈമാറുമ്പോഴോ ഒക്കെ ആയിരിക്കും നമുക്കുണ്ടായ ഈ അനുഭവത്തെ അവർ ഓർത്തെടുക്കുക. അന്ന് തീർച്ചയായും ഇവരൊക്കെ വേദനിക്കും എന്നും എനിക്ക് തോന്നുന്നു. ഞാൻ ഈ ഘട്ടത്തിൽ വിചാരിക്കുന്നു ഇതിൽ ജാതി വിദ്വേഷം കാണുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ വിമർശനം ഉന്നയിച്ചവർക്കെതിരെ അദ്ദേഹം പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അത്രയധികം നിഷ്കളങ്കമായി കാണാൻ പറ്റുന്ന നമ്മുടെ സമൂഹം അത്ര നിഷ്കളങ്കമല്ല ഈ കാര്യങ്ങൾ ആ രീതിയിൽ തന്നെ ഉൾക്കൊണ്ടെടുക്കുവാൻ വേണ്ടി. ഇവിടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ജാതിവാല് പറഞ്ഞു എന്ന് പറഞ്ഞതനുസരിച്ച് എന്നുപോലും പറഞ്ഞ് ഇവിടെ ചർച്ച നടത്തുന്ന ഒരു സമൂഹമാണ് നമ്മൾക്കുള്ളത്. എനിക്ക് തോന്നുന്നു വി മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന് മുൻപ് എങ്ങോ അസ്തമിച്ചു പോയ നമ്മൾ പൊരുതി അസ്തമിപ്പിച്ച അല്ലെങ്കിൽ ഇപ്പോഴെങ്കിലും സപ്രസ് ചെയ്തു വെച്ച ഒരു കാലത്തിൻ്റെ ചില കാര്യങ്ങളെങ്കിലും അദ്ദേഹത്തിൻ്റെ അബോധ മനസ്സിലോ ചിലപ്പോൾ ബോധമനസ്സിലോ ഉണ്ടായേക്കാം. അദ്ദേഹം പേറുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്നുണ്ടായ ചില സോഷ്യൽ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ ആ രീതിയിൽ പോകുന്നു എന്ന് തോന്നുന്നു. കാരണം ഭൂതകാലത്തിൽ അരികുവൽക്കരിക്കപ്പെട്ട ചിലർ അവരെ ആ രീതിയിൽ മാറ്റി നിർത്തിയവർക്കെതിരെ നിരന്തരം പോരാടിയും പറഞ്ഞും പ്രതിരോധിച്ചും പൊരുതി നേടിയെടുത്ത ഒരു സാമൂഹിക നീതിയുണ്ടല്ലോ, ആ നീതിക്കെതിരെ കൂടിയാണ് അദ്ദേഹം കണ്ണടയ്ക്കുന്നത് എന്നുള്ളത് വളരെ വേദനയോടെയാണ് ഞാൻ ആ കാര്യത്തെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അതിൽ അമർഷവും ഉണ്ടാകേണ്ടതാണ്. ഇത്തരം വിമർശനങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന സമൂഹത്തിന് എന്തോ കുഴപ്പമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം വിമർശനങ്ങൾ വരുന്നത് എന്തെങ്കിലും ഒരു തരത്തിലുള്ള വിദ്വേഷത്തിൻ്റെ ഭാഗമല്ല, പക്ഷേ നമ്മളിത് നിരന്തരം അകറ്റി നിർത്താൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ സമയം ലാഭിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അതുകൊണ്ട് കുടഞ്ഞിട്ട് കഴിഞ്ഞാൽ ചില ആളുകൾ പറയുന്നുണ്ട് കുടഞ്ഞിട്ട് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ളത് എടുത്ത് കഴിക്കാമല്ലോ എന്നൊക്കെ. അപ്പോൾ പണ്ടത്തെ കാലത്തിലേക്ക് നമ്മൾ തിരികെ പോകും. എല്ലാവരും പറയുന്നത് തന്നെയാണ്, എങ്കിലും പറഞ്ഞു പോവുകയാണത്. ഇത് കുഴികുത്തി അതിൽ ഭക്ഷണം വിളമ്പിയിട്ടേ ആവശ്യത്തിന് കഴിച്ചോളൂ എന്നും ആജ്ഞാപിച്ചിരുന്ന ഒരു പിൽക്കാല സമൂഹം നമുക്കുണ്ടായിരുന്നു. അതൊന്നും ആവർത്തിക്കാതിരിക്കാൻ നിരന്തരമായി പോരാണ്. അത് വിദ്യാഭ്യാസത്തിലൂടെ അടക്കം പോരാടുകയാണ്. അങ്ങനെ അത്തരത്തിൽ ഒരു വിദ്യാഭ്യാസം നേടിയെടുക്കുവാൻ വേണ്ടി വരുന്ന കുട്ടികൾക്കുള്ള ആദ്യ അനുഭവമാണ് ഇത്. അപ്പോൾ ആ രീതിയിൽ അതിനെ വിമർശിക്കുക തന്നെ ചെയ്യും. അല്ലാതെ ജാതി പറയരുത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചിലയിടങ്ങളിൽ ജാതി പറഞ്ഞു തന്നെ പോകണം എന്നാണ് വിചാരിക്കുന്നത്. ചിലയിടങ്ങളിൽ ഇത്തരത്തിലുള്ള നീതി നിഷേധം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തന്നെ പോകണം. അവരെ അത് ബോധ്യപ്പെടുത്തണം. അവർക്കത് ബോധ്യപ്പെടുത്തിയില്ലെങ്കിലും നമ്മളത് പറയണം. അങ്ങനെയുള്ള ഒരു സെക്യുലർ സമൂഹമായി തന്നെ നമ്മൾ നിലകൊള്ളണം എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഹാൻസിന് എന്താണ് ഈ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തോന്നിയത്? ശ്യാമിലി പറഞ്ഞതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഇന്നലെ പ്രവേശനോത്സവം സംസ്ഥാന തലത്തിൽ നടന്നു. ഈ പറയുന്ന പോലെ നമ്മളിപ്പോൾ കടകളിലൊക്കെ പോകുമ്പോൾ അവിടെ എഴുതി വെക്കാറുണ്ട് കസ്റ്റമർസ് ദ കിങ്. അത് പറയുന്ന പോലെ തന്നെയാണ് സ്കൂളുകളിൽ പ്രവേശനോത്സവമാണെങ്കിലും സ്കൂളുകളിൽ ചെല്ലുമ്പോഴൊക്കെ കുട്ടികൾ തന്നെയാണ് അവിടുത്തെ കിങ്. അവർക്ക് വേണ്ടിയിട്ടാണ് ആ ദിവസം തയ്യാറാക്കിയിരിക്കുന്നത്. ആ ദിവസത്തിൽ ഇത്തരമൊരു കാര്യമുണ്ടാകുന്നത് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന റോ വിഷ്വൽ അല്ല, നമ്മൾ കുട്ടികളുടെ മുഖമടക്കം മാസ്ക് ചെയ്തുകൊണ്ടാണ് ആ ദൃശ്യങ്ങൾ കാണിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ റോ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭ്യമാണ്. അത് തന്നെയാണ് ആദ്യഘട്ടങ്ങളിൽ പ്രചരിച്ചിരുന്നതും. ആ കുട്ടികളെ ലോകം കാണുകയാണ്. ആ കുട്ടികളും ഈ ലോകം എന്താണ് കാണുന്നത് അല്ലെങ്കിൽ
പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ അവരും കാണുന്നുണ്ട്. അവരുടെ മുഖത്ത് ആ ഭാവമുണ്ട്. ഈ ഷാമിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ മിഠായി ഇട്ട് കൊടുക്കുമ്പോൾ ആ കുട്ടികൾ അത് എടുക്കുന്നില്ല. അതെന്താണ് ചെയ്യേണ്ടത്? അവർക്ക് തന്നെ എന്താണ് ഈ സംഭവം, എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം അവരുടെ മുഖത്തുണ്ട്. പിന്നീടാണ് ഒരു കുട്ടി ആ മിഠായി എടുത്ത്, ആരോ പറയുന്നുണ്ട് മിഠായി എടുത്തോളൂ എന്ന് പറയുമ്പോൾ ആ ഒരു കുട്ടി എടുക്കുകയും പിന്നീട് അത് ആ ബെഞ്ചിലുണ്ടായിരുന്ന മറ്റു കുട്ടികൾക്ക് ഈക്വലായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്നതൊക്കെ പിന്നീട് അങ്ങോട്ടുള്ള ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. പക്ഷേ ഈ സന്ദർഭം അത് കഴക്കൂട്ടം MLA ആയിട്ടുള്ള വി മുരളീധരന് അദ്ദേഹത്തിന് ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. അദ്ദേഹം ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ ന്യായീകരണം വൈകി എത്തി എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ അദ്ദേഹം നേരത്തെ എത്തണം എന്നുള്ളത് ഒരു കാര്യം, കാരണം ആ പരിപാടിയുടെ അധ്യക്ഷൻ അദ്ദേഹമായിരുന്നു. പക്ഷേ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രതിനിധി എന്നുള്ള അല്ലെങ്കിൽ ജനപ്രതിനിധി എന്ന് കരുതുമ്പോൾ സ്വാഭാവികമായിട്ടും പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ വൈകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും വൈകി എത്തുമ്പോൾ ആദ്യഘട്ടത്തിൽ ഈ കുട്ടികളെ കാണുന്നു, അദ്ദേഹം മിഠായി വാങ്ങി വരുന്നു. 1-2 കുട്ടികൾക്ക് കയ്യിൽ കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ ആ പാക്കറ്റ് അദ്ദേഹത്തിന് മറ്റുള്ള ആർക്കെങ്കിലും ഏൽപ്പിക്കാമായിരുന്നു. അവിടെ അധ്യാപകരുണ്ട്, പ്യൂണുണ്ടാകും, ക്ലർക്ക് ഉണ്ടാകും. 1-2 കുട്ടികൾക്ക് കയ്യിൽ ഈ മിഠായി നൽകിയതിന് ശേഷം മറ്റ് കുട്ടികൾക്ക് കൂടി ഈ മിഠായി നൽകൂ, സമയം കഴിഞ്ഞു, ഞങ്ങൾ പരിപാടിയിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാമായിരുന്നു. അതുമല്ലെങ്കിൽ ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം എല്ലാം കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയതിനു ശേഷം ആ കുട്ടികൾക്ക് മനസ്സമാനത്തോടെ ആ കാര്യങ്ങൾ നടത്താമായിരുന്നു. അല്ലെങ്കിൽ കുട്ടികൾക്ക് ഈ മിഠായി നൽകാനുള്ള അവസരമുണ്ടായിരുന്നു. അതുമല്ലെങ്കിൽ പോലും തിരക്കാണ്, അദ്ദേഹത്തിന് തിരക്കുണ്ടെങ്കിൽ മറ്റാർക്കെങ്കിലും കൊടുത്ത് ഏൽപ്പിച്ചുകൊണ്ട് മിഠായി വിതരണം ചെയ്യണം. അതുമല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാമായിരുന്നു, നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇടയിൽ ഈ മിഠായി വിതരണം ചെയ്യൂ, എല്ലാവരും കഴിക്കൂ എന്ന് ആ സന്ദർഭത്തെ അദ്ദേഹത്തിന് മാറ്റിയെടുക്കാമായിരുന്നു. പക്ഷേ ആ വിവേചനം അല്ലെങ്കിൽ ആ വിവേക ബുദ്ധി അദ്ദേഹം ആ സമയത്ത് കാണിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം ഈ സംഭവത്തെ അദ്ദേഹത്തിന് വ്യക്തിപരമായും അതിനോടൊപ്പം തന്നെ രാഷ്ട്രീയമായും ലാഭമുണ്ടാക്കുന്ന തരത്തിലേക്ക് ആ സംഭവത്തെ അല്ലെങ്കിൽ ആ സന്ദർഭത്തെ കൊണ്ടെത്തിക്കാനാണ് അദ്ദേഹം ആ ഘട്ടത്തിൽ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെയാണ് താൻ കൊണ്ടുവന്ന മിഠായി താൻ തന്നെ കുട്ടികൾക്ക് കൊടുക്കും എന്നുള്ളൊരു പിടിവാശി പോലെ അദ്ദേഹം അവിടെ കാണിക്കുകയും ഇത്തരത്തിൽ മേശയിൽ കുടഞ്ഞിട്ട് കുട്ടികൾക്ക് ഈ മിഠായി നൽകുന്ന ഒരു സന്ദർഭത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. അതിനോടൊപ്പം തന്നെ അവിടെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ആരും, പ്രത്യേകിച്ച് മന്ത്രി അവിടെ ഉണ്ടായിരുന്നു, KA തുളസി ഉണ്ടായിരുന്നു, ഭരണത്തിൽ ഏറിയിട്ട് അല്ലെങ്കിൽ ചുമതല ഏറ്റെടുത്ത് വളരെ ചുരുക്കം നാളുകളായിട്ടുണ്ടായിരുന്നു. അവർ അവിടെ തടയുകയോ ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ഈ സംഭവത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു ട്രൈബൽ സ്കൂളാണ്, 5 മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ, അതും പെൺകുട്ടികളാണ് അവിടെ പഠിക്കുന്നത്. അവർ പല ജില്ലകളിൽ നിന്ന് വരുന്നു, പലയിടങ്ങളിൽ നിന്ന് വരുന്നു, പല സന്ദർഭങ്ങളിൽ നിന്ന് വരുന്നു, പല സ്കൂളുകളിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് തുടക്കം തന്നെ ഇങ്ങനൊരു മോശം അനുഭവം ഉണ്ടാകുന്നു. ഇതിലെന്ത് നടപടി ഇനിയിപ്പോൾ ആ സ്കൂൾ അധികൃതരും വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ സ്വീകരിക്കുമെന്നുള്ളത് ഇപ്പോഴും സംശയകരമായി നിൽക്കുകയാണ്. പക്ഷേ ആ കുട്ടികൾക്കുണ്ടാകുന്ന ട്രോമ അത് വലുത് തന്നെയാണ്, അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഒഴിവാക്കാൻ കഴിയുന്ന ഒരു സന്ദർഭം അത് പിന്നീട് ഇത്തരത്തിൽ വഷളായി. അതിനോടൊപ്പം തന്നെ വിശദീകരണവുമായി രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു പ്രതിനിധിയായതിനാൽ, രാഷ്ട്രീയക്കാരനായതിനാൽ സ്വാഭാവികമായിട്ടും എതിർ ചേരിയിലുള്ളവർ അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവർ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുകയും മാപ്പ് പറയണമെന്നൊക്കെ പറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്തരം ഒരു ന്യായീകരണം അദ്ദേഹത്തിന് പറയേണ്ടിയിരുന്നില്ല. സ്വാഭാവികമായിട്ടും ഒരു ഫേസ്ബുക്കിലൂടെ ഒരു കുറിപ്പിടുന്നതിന് പകരം രാവിലെ നിയമസഭയുണ്ടായിരുന്നു, ഈ സഭ കഴിഞ്ഞിട്ട് മാധ്യമങ്ങളോട് അദ്ദേഹത്തിന് കൃത്യമായി പ്രതികരിക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം അതിനും തയ്യാറായില്ല. രാത്രിയാണ് ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷം അദ്ദേഹം ഒരു പ്രതികരണം നടത്തുന്നത്. അതിൽ പോലും ഈ ന്യായീകരണത്തിന് ശേഷം CPIMനെ കടന്നാക്രമിക്കാനും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ CPIM ആണ് ഇതിൽ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തുന്നത്. അതിൽ കഴമ്പുണ്ടായിരുന്നു CPIMൻ്റെ വിമർശനത്തിൽ. മനുഷ്യത്വമില്ലായ്മയാണെന്നാണ് മുൻ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. മനുസ്മൃതി മനസ്സിലുള്ളത് കൊണ്ടാണോ മനുഷ്യന്മാരെ തൊടാത്തത് എന്ന് A റഹീം പറയുന്നു. അപ്പോൾ അത്തരമൊരു വിമർശനമൊക്കെ ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിന് കുറച്ചുകൂടെ മയപ്പെടുത്താമായിരുന്നു ആ ന്യായീകരണം, CPIMനെ കടന്ന് ആക്രമിക്കാതിരിക്കാമായിരുന്നു. പക്ഷേ എന്നിരുന്നാലും അദ്ദേഹം ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ എന്താണ് ഇതിൽ സംഭവിക്കേണ്ടത് അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് അറിയേണ്ടത്. ഇനിയിപ്പോൾ ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ഒരു BJP നേതാവിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു കാര്യമുണ്ടാകുമ്പോൾ കൂടുതൽ ശ്രദ്ധ അദ്ദേഹം കാണിക്കണമായിരുന്നു, പ്രത്യേകിച്ച് ഒരു ട്രൈബൽ സ്കൂൾ എന്നുള്ള നിലയ്ക്ക്. കൂടാതെ ഈ വിഷയത്തെ കൂടുതൽ രാഷ്ട്രീയവൽക്കരിക്കാനും അല്ലെങ്കിൽ രാഷ്ട്രീയമായി നേരിടാൻ തന്നെയാണ് CPIMും തീരുമാനിച്ചിരിക്കുന്നത്. കാരണം മുൻ മന്ത്രിയായിട്ടുള്ള മുൻ കഴക്കൂട്ടം MLA ആയിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹം നാളെ രാവിലെ ഈ സ്കൂൾ സന്ദർശിക്കുന്നുണ്ട്. നേരത്തെ ഭരണത്തിലുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നതും കുട്ടികളുമായി ഏറ്റവും അടുത്ത് ഇടപഴകിയിരുന്ന ഒരു സ്കൂളാണ് അല്ലെങ്കിൽ അവിടുത്തെ കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം വീണ്ടും ആളിക്കത്താനുള്ള സാധ്യതയാണ് നിലവിലും നിലനിൽക്കുന്നത്. ശ്യാമലി. ശരി ഹാൻസെ, വളരെ നന്ദി വിശകലനത്തിനായി ചേർന്നത്.
കുട്ടികളുടെ കൈകളിൽ സ്നേഹത്തോടെ മിഠായി വെച്ചു കൊടുക്കുന്നതിന് പകരം മേശപ്പുറത്തേക്ക് എറിഞ്ഞുകൊടുത്ത വി മുരളീധരന്റെ പെരുമാറ്റം ഒഴിവാക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നു. കുട്ടികളുടെ സംരക്ഷണത്തിനും അന്തസ്സിനും വേണ്ടി നിലകൊള്ളേണ്ട ജനപ്രതിനിധികൾ തന്നെ ഇങ്ങനെ പെരുമാറുന്നത് എതിർക്കപ്പെടേണ്ടതാണ്. ഉദ്ഘാടകയായ മന്ത്രി കെ എ തുളസി നോക്കി നിൽക്കുമ്പോഴായിരുന്നു MLAയുടെ വിവേചനപരമായ നടപടി എന്നതാണ് ഏറെ കൗതുകകരം. കുട്ടികൾക്ക് വേഗത്തിൽ മിഠായി വിതരണം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ് മേശപ്പുറത്ത് ഒന്നിച്ചു നൽകിയതെന്നും ഇതിൽ മറ്റ് ഉദ്ദേശങ്ങളോ വിവേചനമോ ഇല്ലെന്നുമാണ് സംഭവത്തിൽ വി മുരളീധരന്റെ വിശദീകരണം. തന്റെ ഭാഗത്തു നിന്ന് മനഃപൂർവ്വമായ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് MLA വ്യക്തമാക്കുമ്പോഴും ഒരു പൊതുപ്രവർത്തകൻ കുട്ടികളോട് കാണിക്കേണ്ട കരുതലും തുല്യതയും ഈ സമീപനത്തിൽ ഉണ്ടായില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. വരും കാലങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടില്ല എന്ന് മാത്രം നമുക്ക് പ്രതീക്ഷിക്കാം.